പൊതുവിദ്യാലയങ്ങളിൽ, സർക്കാർ വിദ്യാലയങ്ങളിൽ അവർക്ക് കൂടെ പ്രവേശനം കൊടുക്കുക, അവരെ പ്രവേശിപ്പിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. ഇത് കേന്ദ്ര സർക്കാരിനോട് മാത്രമല്ല, ഡൽഹി സർക്കാരിനും കൊടുത്ത നിർദ്ദേശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇവരുടെ പേരിൽ ഒരു പണപ്പിരിവ്, ഒരു ചാരിറ്റിയുടെ പേരും പറഞ്ഞ് അത്തരത്തിലുള്ള ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ചില കടലാസ സംഘടനകളുടെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ചില മനുഷ്യാവകാശ സംഘടനകളുടെ കടലാസ സംഘടനകളാണ്, അതിനൊന്നും യാതൊരു അടിത്തറയുമില്ല, യാതൊരു സത്യസന്ധതയുമില്ല, യാതൊരു സുതാര്യതയുമില്ല, അങ്ങനെയുള്ള സംഘടനകളുടെ പേര് പറഞ്ഞ് ഈ പിരിവ് നടത്തുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഈ പറയുന്നത് പോലെ കേവലം ഒരു 10-25 ദിവസങ്ങൾക്കുള്ളിൽ അവരെ തിരിച്ചറിയാനും അവരുടെ പുറകെ പോകാനും സൂക്ഷ്മമായി അവരെ നിരീക്ഷിക്കാനും ജാഗ്രതയോടെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. എന്തായാലും നമുക്ക് കൂടുതൽ കരുതിയിരിക്കാം. ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, സാമ്പത്തികമായി പണം സമാഹരിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന സംഘടനകളെ തിരിച്ചറിയാനും ആൾക്കാരെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്.